അങ്ങനെ വീക്കെൻഡ് അറേബ്യ 300 എപ്പിസോഡുകൾ തികയ്ക്കുകയാണ്. ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം ഈ യാത്ര പൂർണ്ണമായും പരദേശികൾക്കൊപ്പം തന്നെയായിരുന്നു. അവരുടെ വേവലാതികൾ, ഗദ്ഗതങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, വിഹുലതകൾ, കൗതുകങ്ങൾ എല്ലാം അപ്പടി തന്നെ ആവാഹിച്ചെടുക്കുകയായിരുന്നു പിന്നിട്ട നാളുകളിൽ വീക്കെൻഡ് അറേബ്യ. ഈ യാത്രയിൽ കൂടെ നിന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഒപ്പം പിന്നിട്ട വീക്കെൻഡ് അറേബ്യയുടെ എപ്പിസോഡുകളിലൂടെ ചെറിയൊരു യാത്രയും. മലയാള ടെലിവിഷനിലെ ആദ്യത്തെ സമ്പൂർണ്ണ പാൻ അറബ് ന്യൂസ് മാഗസിനാണ് വീക്കെൻഡ് അറേബ്യ. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല വീക്കെൻഡ് അറേബ്യയുടെ ക്യാമറ കണ്ണുകൾ. ഇത് അത്യപൂർവമായ ഒരു സ്നേഹബന്ധത്തിന്റെ കഥയാണ്. അറബിയും മലയാളിയും പരസ്പര സ്നേഹം കൊണ്ട് അതിർത്തികളെ ഇല്ലാതാക്കിയ കഥ. 48 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വളാഞ്ചേരിക്കാരായ TP മമ്മിക്കുട്ടിയും സഹോദരി TP ഇയ്യാത്തുവും തങ്ങളുടെ പാകിസ്ഥാനിയായ കൂടപ്പിറപ്പിനെ കണ്ടുമുട്ടുകയാണ്. അതേപോലെ നമ്മളുടെ കേരളത്തിന് വേണ്ടി ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. എൻ്റെ കയ്യിലുള്ള അതാണ്. എൻ്റെ സ്വന്തം വീട്ടിൻ്റെ പണി പോലും പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഇത് എന്നെ വേറെ ഉള്ള എൻ്റെ കയ്യിലുള്ള കുറച്ച് തുകയെല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നു. അതിനോടൊപ്പം ഇതും മൊത്തം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രവാസത്തിന്റെ ഊഷരഭൂമിയിൽ കിതച്ചുപോയവർ, കുതിച്ചുയർന്നവർ, പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നുപോയവർ, പിടിച്ചു നിന്നവർ, അങ്ങനെ എണ്ണമറ്റ കഥകൾ. പലതും സാമൂഹിക മാധ്യമങ്ങളിൽ ദശലക്ഷക്കണക്കിന് കാണികളെ ഉണ്ടാക്കി. 300 എപ്പിസോഡുകൾ പിന്നിടുന്ന വീക്കെൻഡ് അറേബ്യയിലൂടെ കുവൈത്തിലെ സ്വദേശികളുമായും വിദേശികളുമായും ബന്ധപ്പെട്ട നിരവധി വിചിത്ര കാഴ്ചകളാണ് ഞങ്ങൾ പ്രേക്ഷകരിലെത്തിച്ചത്. കുവൈത്തിൽ സ്വദേശി വീട്ടിൽ വളരുന്ന ഫാത്തിമ എന്ന പുലിജന്മത്തെക്കുറിച്ചുള്ള കഥ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ഹിറ്റായിരുന്നു. യൂട്യൂബിൽ ഏകദേശം 16 ലക്ഷത്തോളം പേരാണ് ആ വീഡിയോ കണ്ടത്. വീട്ടുകാർ ഫത്തൂം എന്ന് നീട്ടി വിളിച്ചാൽ ഓടിയണയുന്ന ആളെ കാണുമ്പോൾ അതിഥികൾ ആദ്യമൊന്ന് പരുങ്ങും. ഒരുപക്ഷെ ഭയന്ന് 2 അടി പിറകോട്ട് വെച്ചെന്നുമിരിക്കും. കാരണം ഈ ഫാത്തിമ ആളൊരു പുലിയാണ്. വെറും പുലിയല്ല, ഒന്നാന്തരം ചീറ്റപ്പുലി തന്നെ. ജസ്റ്റ് 3 മാസം എന്ന് പറഞ്ഞ് പോയെങ്കിലും പിന്നെ അവിടെ തന്നെ നിന്നു. അതിന് അടുത്ത വർഷം ഗൾഫിലെ 2ാമത്തെ വലിയ രാജ്യമാണ് ഒമാൻ. മസ്കറ്റ് മുതൽ സലാല വരെ നീണ്ടുകിടക്കുന്ന ഭൂപ്രദേശം. ഇവിടുത്തെ അറബികൾ പോലും കാണാത്ത കാഴ്ചകൾ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചു വീക്കെൻഡ് അറേബ്യ. കാലം വരെ കബറാളികളുടെ കൂട്ടാളി. ഞാനിവിടെ വരുന്ന സമയത്താണെങ്കിൽ ഏകദേശം മലയാളം പറയുന്ന ഒമാനികൾ, അങ്ങനെ നിരവധി സ്റ്റോറികൾ. ക്യാമറ കണ്ണുകൾ മിഴിവോടെ ഒപ്പിയെടുത്ത വ്യത്യസ്തമായ ഒട്ടനവധി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായിരുന്നു വീക്കെൻഡ് അറേബ്യയുടെ ബഹ്റൈനിൽ നിന്നുള്ള എപ്പിസോഡുകൾ. അല്ലറീൻ പക്ഷിമൃഗ സങ്കേതം മുതൽ അർമാൻ സൂ വരെയുള്ള കാഴ്ചകൾ ശ്രദ്ധ പിടിച്ചുപറ്റി. അറബ് സ്വദേശികൾ പങ്കെടുത്ത മലയാളി യുവാവിന്റെ വിവാഹം പോലുള്ള സ്റ്റോറികൾ സോഷ്യൽ മീഡിയയിലും വൈറലായി. മാറുന്ന സൗദിയുടെ ഓരോ ചിത്രങ്ങളും ഫ്രെയിമിലെത്തിച്ചിരുന്നു വീക്കെൻഡ് അറേബ്യ. നമസ്കാരം. ഖത്തർ അഭിമാനപൂർവ്വം 2022 1001 രാവുകളിൽ പറഞ്ഞു തീരുന്നതല്ല അറബിക്കഥകൾ. പറഞ്ഞു തീരാത്ത അറബിക്കഥകളുമായി വീക്കെൻഡ് അറേബ്യ.